ത്തിന് സമൂഹത്തെ വളർത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ വായനോത്സവം നമ്മുടെ മുൻപിൽ എത്തിക്കുന്നത്. ഇന്നത്തെ പുസ്തക വായന അവതരണത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ മാന്യ വ്യക്തികളെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. മനസ്സിന്റെ ഏകാഗ്രത വളർത്താൻ സാധിക്കുന്ന ഏറ്റവും നല്ലൊരു ശീലമാണ് വായന. അതുകൊണ്ടായിരിക്കാം പ്രശസ്ത ഐറിഷ് എഴുത്തുകാരനായ റിച്ചാർഡ് സ്റ്റീൽ വായനയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്: ശരീരത്തിന് വ്യായാമം എങ്ങനെയോ അതുപോലെയാണ് വായന മനസ്സിന്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ശരിയല്ലേ? നമ്മൾ ഓരോ വ്യക്തികളും വായിക്കാനായിട്ട് ഇരിക്കുമ്പോൾ എല്ലാ പ്രവർത്തികളിൽ നിന്നും മാറി നിന്ന് നമ്മുടെ ശരീരവും മനസ്സും പൂർണ്ണമായി വായനയിൽ കേന്ദ്രീകരിച്ച് അത് ആസ്വദിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കാം, നമ്മൾ വളർച്ചയുടെ പാതയിലാണ്. അതെ, നമ്മൾ വെളിച്ചത്തിന്റെ പാതയിലാണ്. കാരണം വായന വെളിച്ചമാണ്. വായനോത്സവം വളരെ മനോഹരമായി നടത്തുവാൻ നമ്മെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന എക്സെല്ല സ്കിൽ മാസ്റ്റേഴ്സ് ഇന്റർനാഷണൽ, എ കംപ്ലീറ്റ് ലേണിംഗ് ഹബ് ഫോർ സൈക്കോളജി ആൻഡ് ലൈഫ് സ്കിൽ ട്രെയിനിങ് ആണ് നമ്മെ വളരെയധികം സഹായിച്ചു കൊണ്ടിരിക്കുന്നത്. എക്സെല്ല സ്കിൽ മാസ്റ്റേഴ്സ് ഇന്റർനാഷണൽ ദേശീയ അന്തർദേശീയ യൂണിവേഴ്സിറ്റികളുമായും ഓർഗനൈസേഷനുകളുമായും അസോസിയേറ്റ് ചെയ്തുകൊണ്ട് ഏതൊരാൾക്കും കുറഞ്ഞ ചെലവിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള ട്രെയിനിങ്, ലൈഫ് സ്കിൽസ്, കൗൺസിലിംഗ്, അപ്ലൈഡ് സൈക്കോളജി, ലൈഫ് കോച്ചിംഗ് തുടങ്ങിയ ലോങ് ടേം, ഷോർട്ട് ടേം കോഴ്സുകൾ ചെയ്യാൻ കഴിയുന്ന കേരളത്തിലെ മികച്ച പ്ലാറ്റ്ഫോം എക്സെല്ല സ്കിൽ മാസ്റ്റേഴ്സ് ഇന്റർനാഷണൽ, എ കംപ്ലീറ്റ് ട്രെയിനിങ് ഹബ് ഫോർ സൈക്കോളജി ആൻഡ് ലൈഫ് സ്കിൽസ് കോഴ്സസ്. നിങ്ങളൊരു അധ്യാപകനോ പരിശീലകനോ കൗൺസിലറോ മറ്റേതെങ്കിലും മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളോ ആകട്ടെ, നിങ്ങളുടെ മേന്മ മെച്ചപ്പെടുത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ എക്സെല്ല സ്കിൽ മാസ്റ്റേഴ്സ് ഇന്റർനാഷണൽ റെഡിയാണ്. എക്സെല്ല സ്കിൽ മാസ്റ്റേഴ്സ് ഇന്റർനാഷണൽ, എ കംപ്ലീറ്റ് ട്രെയിനിങ് ഹബ് ഫോർ സൈക്കോളജി ആൻഡ് ലൈഫ് സ്കിൽസ് കോഴ്സസ്. താങ്ക് യു. ഇന്ന് നമ്മെ വളർത്താനായി, നമ്മെ വെളിച്ചത്തിലേക്ക് നയിക്കാനായി നമ്മോടൊപ്പം ഉള്ളത് തൃശൂർ ചാപ്റ്ററിൽ തന്നെ അംഗമായിട്ടുള്ള ജീബ ശ്രീജിത്ത് മാം ആണ്. മാം കേരളത്തിൽ ജനിച്ച് പഠിച്ച് ഇവിടെ ജീവിച്ചൊരു വ്യക്തിയാണെങ്കിലും ഇപ്പോൾ ബോംബെയിൽ സെറ്റിൽഡ് ആണ്. മാമിന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മാം MSW നെറ്റ് ക്വാളിഫൈഡ് ആണ്. അതുപോലെ തന്നെ സൈക്കോളജിക്കൽ കൗൺസിലിംഗിൽ ഡിപ്ലോമയും ഇപ്പോൾ മാസ്റ്റേഴ്സ് ഡിപ്ലോമ ആർട്ട് തെറാപ്പിയിൽ മാസ്റ്റേഴ്സ് ഡിപ്ലോമയും ചെയ്തുകൊണ്ടിരിക്കുന്നു. നല്ലൊരു സൈക്കോളജിക്കൽ കൗൺസിലറും അതുപോലെ തന്നെ ലൈഫ് ടെക് സൊല്യൂഷനിൽ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുന്ന മാമിന്റെ ഹോബീസ് എന്ന് പറയുന്നത് ക്വില്ലിങ്ങും മണ്ഡലയാണ്. അത് ഹോബി മാത്രമല്ല, മാം ചെറിയ ഒരു ബിസിനസ്സും കൂടിയായിട്ട് മാമിന്റെ ഒരു ഭാഗമായിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. മാമിന്റെ മാമിന്റെ ഹസ്ബൻഡ് ശ്രീജിത്ത് സാറ് ടൈംസ് ഓഫ് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നു. മാമിന് 2 മക്കളടങ്ങുന്ന സന്തുഷ്ട ഫാമിലി. മക്കള് 12th അതുപോലെ തന്നെ 9th പഠിക്കുന്നു. അതിലേറെ പ്രവാസി മലയാളികൾക്ക് വേണ്ടി നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്യുന്ന ഒരു മലയാളി മിഷൻ എന്ന് പറഞ്ഞ ആ ഒരു ഓർഗനൈസേഷനിൽ മറ്റു കുട്ടികളെ മലയാളം പഠിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടും പ്രവർത്തിക്കുന്ന മാം ഇന്ന് നമ്മുടെ മുന്നിലേക്ക് പ്രഭാകരൻ സാറ് പറഞ്ഞതുപോലെ തന്നെ വളരെ പേരിൽ തന്നെ വളരെ വ്യത്യസ്തതയുള്ള ഒരു ബുക്കാണ് തൊട്ടിലിലെ വാവയെ തോട്ടീന്ന് കിട്ടിയതാ. ഡോക്ടർ ഷിംന അസീസും അതുപോലെ തന്നെ മിസ്റ്റർ ഹബീബ് അഞ്ജുവും ചേർന്ന് എഴുതിയ ഈ ഒരു പുസ്തകം ഇന്നത്തെ ഈ ആധുനിക കാലഘട്ടത്തിൽ എല്ലാ വ്യക്തികൾക്കും, പ്രത്യേകിച്ച് അധ്യാപകർക്കും ട്രെയിനേഴ്സിനും ഉപകാരപ്പെടുന്ന ഉള്ളടക്കമാണ് എന്നാണ് ഞാൻ മാമുമായി സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. തീർച്ചയായും എല്ലാവരെയും പോലെ ഞാനും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു മാമിൽ നിന്ന് ഈ പുസ്തകത്തെ കുറിച്ച് കൂടുതൽ പരിചയപ്പെടാനായി. ജീബ മാം, ദ ഫ്ലോർ ഈസ് യുവേഴ്സ്. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു മാം. നമസ്കാരം എല്ലാവരോടും. ഞാൻ ഈ പോസിറ്റീവ് കമ്മ്യൂണിന്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഒരു സെഷൻ എടുക്കാൻ പറ്റുന്നത്. അതുകൊണ്ട്
ആർക്കും അധികം പരിചയമൊന്നും ഉണ്ടാവില്ല. ഞാനിവിടെ കുറച്ച് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആ ട്രെയിനിങ് സെഷൻ ഉണ്ടല്ലോ, കോമ്പറ്റീഷൻ ഓൺലൈൻ. ആ സമയം മുതലാണ് തൃശ്ശൂരിന്റെ മെമ്പർഷിപ്പ് എടുത്തത് പോസിറ്റീവ് കമ്മ്യൂണിറ്റി. അപ്പൊ താങ്ക് യു ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. ക്ലിയർ അല്ലേ സൗണ്ട്? യെസ് മാം, ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് തുടങ്ങാമെന്ന് തോന്നുന്നു. ഒരു വീട്ടില് കുട്ടികള് ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അച്ഛനമ്മയും സംസാരിച്ചിരിക്കുകയാണ്. ആ സമയത്ത് ഒരു 4 ഒക്കെ പഠിക്കുന്ന ഒരു കുട്ടിയാണ് വന്ന് പെട്ടെന്ന് അമ്മയുടെ അടുത്ത് വന്ന്, അമ്മേ എന്താ ചോദിച്ചു. ആ ചോദ്യം കേട്ട വഴിക്ക് അമ്മ ഒന്ന് ഞെട്ടി. പെട്ടെന്ന് അതെന്താ മോളെ ചോദിച്ചു. അല്ല, ഈ സെക്സ് എന്താ ചോദിച്ചു. പെട്ടെന്ന് അച്ഛനും അമ്മയും മുഖത്തോടും വന്ന് നോക്കി, ഒന്ന് എന്ത് ചെയ്യണം, എന്ത് പറഞ്ഞു കൊടുക്കണം എന്നറിയാതെ. കുറച്ചു നേരം അവര് തപ്പി തടഞ്ഞു. പിന്നെ അച്ഛൻ ബുദ്ധിമുട്ടി പറഞ്ഞു തുടങ്ങി, മോളെ ഈ സെക്സ് എന്നൊക്കെ പറഞ്ഞ അത് അച്ഛൻ അമ്മ നമ്മള് സ്നേഹിക്കാന്നൊക്കെ പറയില്ലേ എന്നൊക്കെ പറഞ്ഞ് കഷ്ടപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. 3-4 സെന്റൻസ് കഴിഞ്ഞപ്പോ ആ കുട്ടിയെ ചോദിച്ചു, ഇതെങ്ങനെ നമ്മൾ ഈ പേപ്പറിൽ എഴുതുക, ഇതിലൊരു കോളം മാത്രമേ ഉള്ളൂല്ലോ. അപ്പൊ നോക്കിയപ്പോഴാണ് അത് ജെൻഡർ, സെക്സ് എന്ന് എഴുതിയിട്ട് അവിടെ ഫീമെയിൽ മെയിൽ എന്ന് എഴുതുന്നതാണ്. ഈ ഒരു സാധനം, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ സാധനം നിങ്ങൾ റീൽസ് ആയിട്ട് കണ്ടിട്ടുണ്ടാവും, കഥയായിട്ട് കേട്ടിട്ടുണ്ടാവും ഇല്ലേ? പലപ്പോഴും ഇത് റീൽസ് ആയിട്ട് കണ്ട് നമ്മൾ ചിരിച്ചിട്ടുണ്ടായിരിക്കും. ശരിയാണ്, കാണുമ്പോൾ ചിരി വരും. പക്ഷെ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ, ഈ കുട്ടി ഒരു സിനിമയെ കുറിച്ചാണ് ചോദിച്ചിരുന്നെങ്കിൽ അച്ഛനമ്മ ഇങ്ങനെ തപ്പണ്ടേ വരുമായിരുന്നു? വേണ്ട, ചന്ദ്രയാനെ കുറിച്ച് ചോദിച്ചാൽ പോലും ഭയങ്കര ഉഷാറായിട്ട് അഭിമാനത്തോടുകൂടി അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും അല്ലെ. പക്ഷെ ഈ സെക്സ് എന്നൊരു 3 അക്ഷരം വരുമ്പോ അത് കുട്ടികളോട് സംസാരിക്കാൻ, പ്രത്യേകിച്ച് സമപ്രായക്കാർക്ക് തമാശയായിട്ട് സംസാരിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ പുറമേക്ക് 4 ആള് കേൾക്കെ സംസാരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. കുട്ടികൾക്കാണെങ്കിൽ അത് പറഞ്ഞു കൊടുക്കേണ്ടി വരുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. സ്കൂളുകളിലാണെങ്കിലും സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ്, അത് കൊല്ലത്തിലോ 2 കൊല്ലം കൂടുമ്പോഴോ ഒരു ക്ലാസ് വെക്കുന്നു. ഗേൾസിന് വേറെ, ബോയ്സിന് വേറെ വെക്കുന്നു. അത് ചില സ്കൂളുകളിലുണ്ട്, അതില്ല. നമ്മുടെ കാലത്തൊന്നും അത് ചിന്തിക്കേ വേണ്ട, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പക്ഷെ അവിടെയും ചിലപ്പോ ഗേൾസിന് മാത്രമായിരിക്കും, ബോയ്സിന് ഉണ്ടാവില്ല. ബോയ്സ് എങ്ങനെയെങ്കിലും പഠിച്ചോട്ടെ എന്നൊരു ചിന്താഗതി ഇപ്പോഴും നടക്കുന്നുണ്ട്. അപ്പൊ അതൊന്നുമല്ല ഇന്നത്തെ കാലത്ത് ആവശ്യമായി തീർന്നിരിക്കുന്ന സെക്സ് എഡ്യൂക്കേഷൻ എന്നല്ല പറയാ, കോംപ്രിഹെൻസീവ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ. അതാണ് ഇന്നത്തെ തലമുറയ്ക്ക് ആവശ്യം എന്ന് ശക്തിയുക്തം പറയുന്ന ഒരു പുസ്തകമാണ്. ഇതിന്റെ പേരെല്ലാവരും വായിച്ചിട്ടുണ്ടാവും തോന്നുന്നു, തൊട്ടിലെ വാവയെ തോട്ടിന്ന് കിട്ടിയതാ. അപ്പൊ ആ പേരിൽ പറയുന്ന പോലെ നമ്മളെയൊക്കെ എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അധികം എന്താ കേട്ടിട്ടുണ്ടാവുക? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാ എന്താ ആൻസർ കിട്ടിയിട്ടുള്ളത്? തവിട് കൊടുത്ത് കിട്ടിയതാന്ന് പറയും. തവിട് കൊടുത്ത് വാങ്ങിച്ചതാണ്. തവിട് കൊടുത്ത് വാങ്ങിച്ചതാ? തോട്ടിൽ ഒഴുകി വന്നപ്പോ എടുത്തതാ? പിന്നെ ഹോസ്പിറ്റലിൽ അങ്ങനെ കുറെ ഉത്തരം. ആ ഒരു ഉത്തരമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് ഇന്നത്തെ കാലത്തെ കുട്ടികളോട് തോട്ടിന്ന് കിട്ടിയതാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം വേണ്ടി വരും, അല്ലെങ്കിൽ അവർ നെറ്റിൽ ആ കോഡ് ഏതാന്ന് തെരഞ്ഞു പോകും. അപ്പൊ അതിനെ പറ്റിയുള്ള ഒരു പുസ്തകമാണ് തൊട്ടിലെ വാവയെ തോട്ടിന്ന് കിട്ടിയതാ എന്ന പുസ്തകം. ഇതിലെ ഓതേഴ്സിന്റെ പേരാണ് ഡോക്ടർ ഷിംന അസീസ്, മിസ്റ്റർ ഹബീബ് അഞ്ചു. ഇത് പുസ്തകം ഇറങ്ങിയത് 2022 ഏതാണ്ട് 272 പേജുള്ള ഒരു പുസ്തകമാണ്. 299 രൂപയാണ് വില. ആമസോണിലൊക്കെ ബെസ്റ്റ് സെല്ലറായിരുന്നു കുറെ കാലത്തേക്ക്. ഡോക്ടർ ഷിംന ഇപ്പോ കമ്മ്യൂണിറ്റി മെഡിസിനിൽ ബീഹാറിൽ ജോലി ചെയ്യാണ്. അവരുടെ അനുഭവത്തിൽ നിന്ന് അവർ ഒരുപാട് ക്ലാസ് എടുക്കാൻ പോയി. വോളിയം കുറവാണ്, സൗണ്ട് കുറവാണ്. സൗണ്ട് കുറവാണോ സാറേ? ഇപ്പൊ കുഴപ്പമില്ല, നേരത്തെ സൗണ്ട് കുറഞ്ഞിരുന്നു. ഓക്കെ. അപ്പോ അവരുടെ അനുഭവങ്ങളിൽ നിന്ന് എഴുതിയിട്ടുള്ളൊരു പുസ്തകമാണ്. അതൊരു കഥ പറയുന്ന പോലെയാണ് അവര് അവതരിപ്പിക്കുന്നത്. അതിന്റെ ഉദ്ദേശം തന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കുട്ടികളോട് സംസാരിക്കാൻ എങ്ങനെയാണ് എന്ന് അറിയാത്തത് കൊണ്ടായിരിക്കും പലപ്പോഴും നമ്മൾ സംസാരിക്കാത്തത്. അവരോട് എങ്ങനെ സംസാരിക്കും എന്ന് നമുക്ക് അറിയുന്നില്ല.
അത് നമ്മൾ ടീച്ചേഴ്സ് ആവട്ടെ, ട്രെയിനേഴ്സ് ആവട്ടെ, അതല്ല, മറിച്ച് ഇതിലൊക്കെ ഉപരിയായിട്ട് നമ്മൾ എല്ലാവരും പേരൻസ് ആണ്. നമുക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയുന്നില്ല. അപ്പൊ ആ ഒരു സംശയം മാറ്റാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് ആ പുസ്തകം വായിച്ചാൽ മനസ്സിലാവും. അത്ര വ്യക്തമായിട്ടാണ്, വളരെ സിമ്പിൾ ആയിട്ടാണ് അവര് എഴുതിയിരിക്കുന്നത്. കുറേ അറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ പലതും അറിയില്ല. പിന്നെ എങ്ങനെ നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക? അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ നമുക്കറിയില്ല. അപ്പൊ ആ ഒരു വിധത്തിൽ നമ്മൾ വായിച്ചാൽ നമുക്ക് തന്നെ തോന്നും, ഓ, ഇത്രയൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരുന്നല്ലേ നമുക്കറിയാത്തത് എന്ന് തോന്നിപ്പോകും. അതുപോലെ തന്നെ സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷനും കോംപ്രിഹെൻസീവ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷനും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് തന്നെ പലർക്കും അറിയില്ല. വെറുതെ കുറച്ച് ആ ബേസിക് കാര്യങ്ങൾ പഠിപ്പിക്കുന്നതാണ് സെക്സ് എഡ്യൂക്കേഷൻ. അതാണ് ഇപ്പോഴും പല സ്കൂളുകളിലും മറ്റും ഒക്കെ കിട്ടുന്നത്. കോംപ്രിഹെൻസീവ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടി ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ നമ്മുടെ ഗ്രോത്ത്, നമ്മുടെ ഓരോ കാര്യങ്ങളിലും നമുക്ക് വേണ്ട ഗ്രോത്തിനെ കുറിച്ച് പഠിപ്പിക്കുന്നതാണ്. അതായത് കൺസെന്റ്, മറ്റുള്ളവർ ബഹുമാനിക്കാൻ പഠിക്കുന്നത് വരെ അത് കോംപ്രിഹെൻസീവ് സെക്ഷുവാലിറ്റിയുടെ ഭാഗമാണ്, എഡ്യൂക്കേഷന്റെ ഭാഗമാണ്. അതിനെക്കുറിച്ചുള്ള ഒരു പുസ്തകമാണ്, അതിനെക്കുറിച്ച് നന്നായിട്ട് പറഞ്ഞിട്ടുള്ളൊരു പുസ്തകമാണ് തൊട്ടില്ലേ വാവയെ തോട്ടിൽ നിന്ന് കിട്ടിയത് എന്ന് പറയുന്നത്. നമ്മുടെ കാലത്ത് നമ്മള് ഗേൾസിനൊക്കെ അച്ഛനമ്മമാരല്ല, അമ്മ വിളിച്ചു പറഞ്ഞു കൊടുക്കും, മോളെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന്. അത് മെൻസ്ട്രേഷന്റെ ഒക്കെ സമയത്ത്, ഫസ്റ്റ് മെൻസ്ട്രേഷൻ ആവുന്ന സമയത്ത്, എന്റെ ഒക്കെ കാലത്ത് കേട്ടോ, സത്യം പറയുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് പേടിച്ചിട്ടുണ്ട്. ഇതെന്തോ മാറാരോഗമാണെന്ന് വിചാരിച്ചിട്ടുള്ള കൂട്ടുകാർ എനിക്കുണ്ട്. വളരെയധികം കരഞ്ഞ് വിഷമിച്ച് ഞാൻ മരിച്ചു പോവുള്ളൂ എന്ന് വിചാരിച്ചിട്ടുള്ള കൂട്ടുകാർ എനിക്കുണ്ട്. അപ്പൊ ആ കാലത്തൊക്കെ അങ്ങനെയായിരുന്നു. അത് കഴിയുമ്പോഴാണ്, ഒരിക്കൽ മെൻസ്ട്രേഷൻ ആയി കഴിയുമ്പോഴാണ് പാരന്റ്സ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ഗേൾസിനൊക്കെ പിന്നെയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കിട്ടും. ബോയ്സ് ആണെങ്കിലോ നേരെ തപ്പി പോവുകയാണ്. അത് സീനിയേഴ്സ്, അതായത് നമ്മളൊപ്പം പഠിക്കുന്നവരായിരിക്കാം, അതല്ലെങ്കിൽ കിട്ടുന്ന കൊച്ചു പുസ്തകങ്ങളായിരിക്കാം. പണ്ട് കാലത്ത് നമ്മുടെ മലയാറ്റൂരിന്റെ യക്ഷിയൊക്കെ വായിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ അവരൊരു നോട്ടമാണ്, ഏതൊക്കെ വായിച്ചിട്ടുണ്ടല്ലേ എന്ന്. അത്രയ്ക്ക് ഉള്ള അറിവേ നമുക്കൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ വലിയ കാര്യമായിരുന്നു. അതിൽ എന്തെങ്കിലും മുറിവൈദ്യം അവിടെ എവിടെയും കിട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ ഡിസ്കസ് ചെയ്ത് എല്ലാം അറിയാം എന്ന പോലെ നടക്കും. അപ്പൊ അത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇതൊന്നും നടക്കില്ല. കാരണം ഒരു ചെറിയ വാക്ക് കിട്ടിയാൽ അവര് നമ്മളോട് സംശയം ചോദിച്ചാൽ അത് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അവര് ഉറപ്പായാലും നെറ്റിൽ തപ്പിപ്പോകും. ഒരിക്കൽ സെർച്ച് ചെയ്താൽ കമ്പ്യൂട്ടർ, നമ്മുടെ ഇന്റർനെറ്റിന്റെ അൽഗോരിതം അവരെ കൊണ്ടെത്തിക്കുന്നത് എവിടെയായിരിക്കുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം. അത് വല്ലാത്ത ചതിക്കുഴികളിലായിരിക്കും കൊണ്ടെത്തിക്കുന്നത്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഈ പുസ്തകത്തിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്തൊരു ചോദ്യം, ഇതിലത്തെ മെയിൻ ആയിട്ടൊരു ക്വസ്റ്റ്യൻ തുടങ്ങുന്നത് തന്നെ, പുസ്തകം തുടങ്ങുന്നത് ഏത് പ്രായത്തിലാണ്, അവര് കഥ രൂപത്തിലാണ് പറയുന്നത്. അതിൽ നിന്ന് കുറച്ച് ഭാഗങ്ങളാണ് ഞാനിതിൽ പറയുന്നത് കേട്ടോ. എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പറയുന്നത് 1 മുതൽ 3 വരെയുള്ള ചാപ്റ്റേഴ്സ് 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എങ്ങനെ സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കാം എന്നതാണ്. 5 വയസ്സ് വരെയുള്ള പ്രായമുള്ള കുട്ടികൾക്ക് കേട്ടാ. 4 മുതൽ 6 വരെയുള്ള ചാപ്റ്റേഴ്സ് 8 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. 7 മുതൽ 10 വരെയുള്ള ചാപ്റ്റേഴ്സ് 9 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ അങ്ങോട്ട് 13 വയസ്സ് മുതൽ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിധത്തിലാണ് ഈ പുസ്തകത്തില് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തുടങ്ങേണ്ടത്, ഏത് പ്രായത്തിലാണ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ തുടങ്ങേണ്ടത്? എന്താണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായം? ഏത് പ്രായത്തിലായിരിക്കും? ഏത് പ്രായത്തിലായിരിക്കും? കേൾക്കുന്നില്ലേ? യെസ് മാം, കേൾക്കുന്നുണ്ട്. ഏത് പ്രായത്തിലായിരിക്കും? എത്ര വയസ്സിലായിരിക്കും? തീർച്ചയായിട്ടും കുട്ടികള് ഒരു സംസാരിക്കാനൊക്കെ തുടങ്ങുമ്പോൾ തന്നെ അവർക്ക് ജെൻഡർ ഡിഫറൻസ് അറിയണം. അതെ, ജനിച്ച് വീഴുമ്പോ മുതൽ പതുക്കെ തുടങ്ങുന്നുണ്ട് ശരിക്കും. നമ്മൾ അവരെ ടച്ച് ചെയ്യുമ്പോ, അമ്മ ടച്ച് ചെയ്യുമ്പോ അവർ കരച്ചിൽ നിർത്തുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് ആ ഒരു ഫീലിംഗ് വരുന്നുണ്ട്, ഒരു സേഫ് ഫീലിംഗ്. അവരെ സ്ഥിരമായിട്ട് എടുക്കുമ്പോ അവര് തിരിച്ചറിയുന്നുണ്ട് അല്ലെ, ആ സമയത്തില് അവര് അത് പഠിച്ചു തുടങ്ങുന്നുണ്ട്. ചെറിയ പ്രായത്തില് നമുക്ക് കൊച്ചു കുട്ടിയായിരിക്കും മുതൽ തുടങ്ങുന്നത്. നമ്മള്
അവർക്ക് ടോയ്ലറ്റ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ചില കുട്ടികൾ കൊച്ചാവുമ്പോ തന്നെ അവർക്ക് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ അവരുടെ പൊട്ടി ആ ഒരു പെട്ടിയൊക്കെ എടുത്തിട്ട് അവരുടെ റൂമിൽ പോകും. അതൊക്കെ അവർ അറിയാതെ പഠിക്കുന്നതാണ്. അപ്പൊ ചെറിയ കുട്ടികൾക്ക് 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എന്താ പറഞ്ഞു കൊടുക്കണ്ടേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക് ആയിട്ട് നമ്മൾ തുടങ്ങുകയാണ്. ടീച്ചർ പറഞ്ഞോണം, ഇപ്പൊ സംസാരിച്ച മാഡം പറഞ്ഞ പോലെ നമ്മൾ സംസാരിച്ചു തുടങ്ങുമ്പോ തന്നെ ആദ്യം തന്നെ നമ്മൾ പഠിപ്പിക്കാം അമ്മ, അച്ഛൻ എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കും അല്ലെ. അതുപോലെ നമ്മൾ കണ്ണ്, മൂക്ക് എന്ന് പറഞ്ഞ് പഠിപ്പിക്കും. എന്നിട്ട് ഇതൊക്കെ പഠിപ്പിച്ചു വരുമ്പോ ലാസ്റ്റ് ചീച്ചി, സു എന്ന് പറഞ്ഞ് വേറെ കുറച്ച് വാക്കുകളും പഠിപ്പിക്കും. അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നതിന് പകരം അവരെ കൃത്യമായിട്ട് പഠിപ്പിക്കുക. അത് വജൈന, ഇത് പീനീസ്, ബട്ടക്സ് എന്നൊക്കെ പറഞ്ഞിട്ട്, അത് മലയാളം വേർഡ്സ് ഉണ്ട്, അത് ഇതിലും കട്ടിയുള്ളത് കൊണ്ട് അതിനേക്കാൾ എളുപ്പം ഇംഗ്ലീഷ് വേർഡ്സ് പഠിപ്പിക്കുകയായിരിക്കും. അപ്പൊ ആ പഠിപ്പിക്കുമ്പോ അവർക്ക് അതൊരു നോർമൽ വേർഡായിട്ട് മാറുകയാണ്. നമ്മൾ കൊച്ചിലെ ഇപ്പോഴും നമ്മൾ പറയാൻ നിൽക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു എന്തോ അരോചകത്വം തോന്നും. അത് നമ്മൾ പറഞ്ഞ് പഠിക്കാത്ത കാരണമാണ്. കുട്ടികളെ അങ്ങനെ പഠിപ്പിച്ചു കഴിയുമ്പോൾ അവർക്ക് തന്നെ അതൊരു നോർമൽ വേർഡാണ്, അതില് നത്തിങ് സ്പെഷ്യൽ. അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ അതൊരു സാധാരണ വേർഡായിട്ട് മാറുകയാണ്. അതുപോലെ തന്നെ നമ്മൾ അവർക്ക് കുറച്ചൊരു 4 വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ അവരെ നഴ്സറിയിലൊക്കെ 3 വയസ്സ് 4 വയസ്സിൽ അപ്പോഴേ പറഞ്ഞു കൊടുക്കണം പ്രൈവറ്റ് പാർട്സ് എന്നുള്ളതും, ആൻഡ് അവിടെ ടച്ച് ചെയ്യാൻ പാടില്ല. അതൊക്കെ നമ്മൾ എപ്പോഴും വീഡിയോസ് കാണുന്നുണ്ട്. അൺസേഫ്, അത് ബാഡ് ടച്ച് ഗുഡ് ടച്ച് എന്ന് പറഞ്ഞിട്ടാണ് കാണുന്നത്. പുസ്തകത്തിൽ പലപ്പോഴും അതിനേക്കാളും സേഫ് ടച്ച് അൺസേഫ് ടച്ച് എന്നാണ് പറയുന്നത്. കാരണം ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്ന് പറയുമ്പോൾ അത് നമ്മൾ പറയാണ് നമ്മുടെ ബട്ടക്സിൽ തൊടുന്നത് അത് ബാഡ് ടച്ചാന്ന് പറയുന്നത്. കുട്ടികളെ തമ്മിൽ അറിയാണ്ട് തൊട്ടാൽ പോലെ അവൻ എന്നെ ബാഡ് ടച്ച് ചെയ്തു എന്ന് പറഞ്ഞ് തല്ലുകൂടാൻ തുടങ്ങും. അതിന് പകരം നമ്മൾ സേഫ് ആൻഡ് അൺസേഫ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. നമുക്ക് സേഫ് അല്ല എന്ന് തോന്നുന്നത് മോൾക്ക് രസമല്ല, അവിടെ തൊടുമ്പോ ഒട്ടും സേഫ് അല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉറക്കം ഒച്ചയെടുത്തോളോ, ഉറക്ക ടീച്ചറിനെയോ അമ്മനെയോ അച്ഛനോടൊക്കെ പറയണം. അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ. അപ്പൊ ഇതൊക്കെ നമ്മൾ എപ്പോഴും വീഡിയോ കണ്ട കാരണം നമുക്ക് ഇതിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു കൊച്ചു പിള്ളേരോട് എങ്ങനെയാ പറയേണ്ടത്. കാരണം നമ്മൾ ഒരുപാട് വീഡിയോസ് ഒക്കെ ഇതിനെ കുറിച്ച് വരുന്നത് കൊണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് പിന്നത്തെ ചാപ്റ്റേഴ്സിലേക്ക് കടക്കുകയാണെങ്കിൽ 4 തൊട്ട് 6 വരെയുള്ള ചാപ്റ്റേഴ്സ്, 8 വയസ്സ് വരെ, അവിടെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ സംശയങ്ങൾ വരും കുട്ടികളോട് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് ഓരോന്ന് എത്തിക്കാന്ന്. കാരണം പലപ്പോഴും കുട്ടികൾക്ക് വളരെയധികം സംശയങ്ങൾ ജെൻഡറിനെ കുറിച്ച് വരുന്ന ഒരു സമയമാണിത്. കാരണം അവർ പലതും പുതിയത് കേൾക്കുന്നു, സിനിമ കണ്ടാൽ അവർക്ക് തിരിച്ചറിയുന്നു, അവർ പലതും കണ്ട് മനസ്സിലാക്കുന്ന ഒരു പ്രായമാണ്. അപ്പോ സെക്സ് എന്ന് പറയുന്നത് മെയിൽ ഫീമെയിൽ അല്ല, ഒരു തേർഡ് ജെൻഡർ ഉണ്ട് എന്നൊക്കെ ഇപ്പൊ സിനിമ കാണുന്ന ഏത് കുട്ടിക്ക്. അപ്പൊ തേർഡ് ജെൻഡർ എന്ന് പറയുന്നത് ഒരു നോർമൽ കാര്യമായിട്ട് എപ്പൊ പറയുമ്പോഴും ഒരു തേർഡ് ജെൻഡർ എന്നും കൂടി കൂട്ടി പറയാം. ആണും പെണ്ണും മാത്രമല്ല മൂന്നാമതൊരു ഇത് ഉണ്ട് എന്നുള്ളത് അവർ ബേസ് ആയിട്ട് പഠിപ്പിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുപോലെ കറക്റ്റ് വേർഡ്സ് എപ്പോഴും പറയുന്നതിനോടൊപ്പം സ്വന്തം ശരീരം സ്വന്തം അവകാശമാണ്. എന്റെ ശരീരത്തിൽ മറ്റാരും തൊടുന്നത്, എന്റെ ഇഷ്ടമല്ലാത്ത മറ്റാരും തൊടരുത് എന്നുള്ളത് അരക്കിട്ട് ഉറപ്പിക്കേണ്ട ഒരു പ്രായമാണ് അത്. അത് പറഞ്ഞു കൊടുക്കണം. നമ്മളും മറ്റുള്ളവർ മുന്നിൽ നമ്മുടെ പ്രൈവറ്റ് പാർട്സ് ടച്ച് ചെയ്യരുത്, അതൊക്കെ നമ്മുടെ സ്വന്തം ശരീരം, അത് ഷോക്കുള്ളതല്ല എന്നുള്ളത്. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ. കാരണം ആ പ്രായത്തിൽ കുട്ടികൾക്ക് പ്രൈവറ്റ് പാർട്സിൽ ടച്ച് ചെയ്യാനുള്ള ഒരു ഈഗർനെസ്സും ഒക്കെ വരുന്ന ഒരു പ്രായമാണ്. അപ്പൊ അത് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കണം. ഇതിനൊക്കെ അവർക്ക് ഏറ്റവും എളുപ്പം നമുക്ക് സ്റ്റോറീസ് ആയിട്ടോ ഒക്കെ പറഞ്ഞു കൊടുക്കുന്നത് തന്നെയാണ്, ഫോട്ടോസ് കാണിച്ചു കൊടുക്കുന്ന അങ്ങനെയുള്ള ഇതായിരിക്കും കുട്ടികൾക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാവുക. പിന്നെ സിനിമയൊക്കെ കാണുമ്പോ ഹീറോ വന്ന് ബലമായിട്ട് പിടിച്ച് ഒരു ഉമ്മ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാല് പിന്നെ ഹീറോയിൻ അങ്ങോട്ട് പ്രേമിക്കാൻ തുടങ്ങി. ഇത് കാണുന്ന കുട്ടി എന്താ മനസ്സിലാക്കുക? ഇതൊന്നല്ല, അത് ഫിലിമാണ് മോളെ, അത് അങ്ങനെയാണ്, അതൊന്നല്ല ശരി, ഒരിക്കലും അനുവാദം ഇല്ലാതെ മറ്റൊരാളെ ടച്ച് ചെയ്യരുതെന്ന് പറഞ്ഞു തന്നെ മനസ്സിലാക്കണം. ആ കാണുന്നതെല്ലാം തെറ്റുകളാണെന്നുള്ളത് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട രീതി. ഞാൻ ഈ പറയുന്നതെല്ലാം എങ്ങനെ പറഞ്ഞു കൊടുക്കണം എന്നുള്ളത് കഥാരൂപത്തിൽ ആ പുസ്തകത്തിലുണ്ട് കേട്ടോ. ഞാനിതിലെ ആ ഓരോ ചാപ്റ്റേഴ്സിനെയും പറഞ്ഞു പോകുന്നതാണ്. അപ്പോ നമുക്ക് കുട്ടികൾക്ക് എന്തൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്, അവരെ കൂടുതലായിട്ട് അടുത്തറിയേണ്ട ഒരു പ്രായം. അവർക്ക് നമ്മൾ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, അവർക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും വന്ന് ചോദിക്കണം എന്നുള്ളത്
ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യണം നമ്മൾ. അതിനുവേണ്ടി നമ്മൾ തന്നെ മുൻകൈ എടുത്ത് അവരോട് സംസാരിച്ചാലാണ് അവര് നമ്മളോട് വന്ന് ഒരു മടിയില്ലാണ്ട് സംസാരിക്കുക. അപ്പൊ നമ്മുടെയൊക്കെ ഇപ്പൊ പണ്ടത്തെ ഒരു ഏജ് ഗ്രൂപ്പിൽ നോക്കുകയാണെങ്കിൽ ഒരു പീരിയഡ്സ് ആവുന്ന പ്രായം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മെച്യൂരിറ്റി വരുന്ന പ്രായം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഒരു 10-13 വയസ്സിന് മുമ്പായിരുന്നു. എന്നാൽ ഇപ്പൊ അതും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ കുട്ടികൾക്ക്, അതായത് 4-ലോ 3-ലോ ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്കും പ്രായപൂർത്തിയാവുന്ന കാലഘട്ടം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ചാപ്റ്റേഴ്സ് 9 തൊട്ട് 12 വരെയുള്ള വയസ്സുകൾക്ക് കുട്ടികൾക്കുള്ളതാണ്, പ്യൂബർട്ടി ഏജ്. അപ്പൊ നമ്മൾ ആ സമയത്ത് അത് പറഞ്ഞു കൊടുക്കണം എന്നവർ പറയുന്നുണ്ട്. കാരണം എന്റെ കൊച്ചു ചെറുതാ, അത് ഇപ്പൊ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ തോന്നും. ക്ലാസ്സിലൊരു കുട്ടി മെൻസ്ട്രേഷൻ ആയിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കുട്ടി പെട്ടെന്ന് ബോയ് ആണെങ്കിൽ പോലും പെട്ടെന്ന് സൗണ്ട് മാറുന്ന ആ ഒരു ഏജിലുള്ള ഒരു കുട്ടി ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ട് മറ്റു കുട്ടികൾക്ക് ഒരു കൗതുകമായിരിക്കും, എന്താ അങ്ങനെ എന്നൊരിത്. ആ ഒരു സംശയം ഇതേപോലെ നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കാതിരിക്കാം, അല്ലെങ്കിൽ അവർ തമ്മിൽ സംസാരിക്കാം. ആ ഒരു ഇട കൊടുക്കാണ്ട് പോലും ഇതൊക്കെ അവരോട് സംസാരിച്ച് വെക്കുന്നത് എപ്പോഴും ക്ലാസ്സിൽ ആ ഒരു ഏജ് ഗ്രൂപ്പിലാവുമ്പോൾ തന്നെ അവർക്കൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തു വെക്കേണ്ടത് ആവശ്യമാണ്. നമ്മളതുപോലെ ഒരു ഇതിനു മുമ്പത്തെ ഒരു പ്രായത്തിൽ തന്നെ നമുക്ക്, അതായത് ഇപ്പൊ 9 to 12 ഞാൻ എത്തി, അതിന്റെ ഒരു കാര്യം വിട്ടുപോയതിന് മുമ്പാണെങ്കിലും നമ്മള് അവരുടെ എന്ത് സംശയങ്ങളും ആദ്യത്തെ നമ്മൾ പറഞ്ഞു തോട്ടീന്ന് കിട്ടിയതാ എന്നൊക്കെ പറയുന്നു കുട്ടികൾ ഉണ്ടാവുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ. പക്ഷെ നമ്മൾ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഏജ് ഗ്രൂപ്പിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് പറഞ്ഞു കൊടുക്കണം. എപ്പോഴും വർത്താനം പറയും അറിയാൻ നമുക്ക് പറയാൻ മതിയല്ലോ, നമ്മുടെ വയറ്റിൽ ഉണ്ടായതാണ്. അപ്പൊ എങ്ങനെയാ പുറത്തേക്ക് വന്നേന്ന് ചോദിക്കുമ്പോ ഒന്നല്ലെങ്കിൽ വജൈനൽ ഡെലിവറി ആണ്, അല്ലെങ്കിൽ സിസേറിയൻ ആണ് എന്നൊക്കെ ഉള്ള രീതികൾ. അപ്പൊ ആ രീതികളൊക്കെ കുട്ടികൾ കേൾക്കുകയാണ്. അതൊക്കെ നോർമൽ ആയിട്ടുള്ള സംഭവമാണല്ലോ എന്നൊരു കേൾക്കും. അപ്പൊ കുട്ടികൾക്ക് അതില് അങ്ങനെ കൂടുതൽ സംശയങ്ങൾ, അതിലേക്ക് കൂടുതൽ ചുഴന്നു പോകാനുള്ള ചാൻസ് കുറവാണ്. ആ സമയം നമ്മൾ പറയാതെ അത് പുറത്തേക്ക് വന്നു, വയറ് തുറന്ന് അടക്കും. ഞാനിപ്പോ ഒരു പ്രായം വരെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കുട്ടികളെ പ്രസവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറ് തുറന്നങ്ങനെ അടയും. അപ്പൊ നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ അന്നൊക്കെ ഞാൻ തപ്പിപ്പോയാണ്. ഇപ്പൊ ഞാൻ അതുപോലെ തന്നെയാണ് നമ്മുടെ കുട്ടിക്കാലത്ത് നമുക്കുണ്ടായിരുന്ന ക്യൂരിയോസിറ്റിയെക്കാളും വലിയ ക്യൂരിയോസിറ്റിയാണ് ഇപ്പോഴത്തെ കുട്ടികൾക്കുള്ളത്. അതുകൊണ്ട് നമ്മള് ആ ക്യൂരിയോസിറ്റിക്ക് ഇടം കൊടുക്കാതെ എല്ലാ കാര്യങ്ങളിലും അവരെ എത്തിപ്പെടുന്നതിന് മുമ്പേ ചെറിയൊരു ഇൻട്രൊഡക്ഷനിലേക്ക് അവരെ പറഞ്ഞു വിടാം. ഓരോ സാഹചര്യത്തിൽ അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കാം. അപ്പൊ 9 to 12 വയസ്സ് എന്ന് പറയുന്ന സമയത്തുമ്പോഴേക്കും നമ്മൾ പറയണം, നിങ്ങൾ പ്യൂബർട്ടി ഏജിൽ എത്തിക്കഴിഞ്ഞു. അപ്പൊ ആൺകുട്ടിയാണെങ്കിൽ പറഞ്ഞു കൊടുക്കാം, ഇനി കുറച്ച് കഴിയുമ്പോ നിനക്ക് സൗണ്ട് ഒക്കെ മാറൂട്ട, നിന്റെ ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും 10-13 വയസ്സാകുമ്പോഴേക്കും, നീ ഇപ്പൊ ആയിട്ടില്ല, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നിന്റെ ക്ലാസ്സിലൊക്കെ കുട്ടികൾക്കൊക്കെ എങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞ് സാധാരണ രീതിയിൽ പറയാ. വേർപ്പ് കൂടും, പ്രൈവറ്റ് പാർട്സിലൊക്കെ രോമം വളരും, അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ഇതിലിങ്ങനെ സംസാരിച്ചു പോവാ. അപ്പൊ അവർക്ക് അതിൽ വരുമ്പോ നമ്മളോട് സംശയം ചോദിക്കാനോ അതല്ലെങ്കിൽ നമ്മളോട് ഒരു അകൽച്ച തോന്നില്ല. ഇതൊക്കെ എനിക്ക് അറിയുന്ന കാര്യമാണല്ലോ, ഇതൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളോട് പറയാനൊരു മടി വരില്ല. ഈ സമയത്താണ് നമ്മൾ ഹൈജീൻ ഏറ്റവും കൂടുതൽ പഠിപ്പിക്കേണ്ടത്. അവരോട് ഏറ്റവും നന്നായി പ്രൈവറ്റ് പാർട്സിലെ ഹൈജീനെ കുറിച്ച് പറഞ്ഞ് പഠിപ്പിക്കേണ്ട പ്രായവും ഇത് തന്നെയാണ്. അതുപോലെ പെൺകുട്ടികൾക്കാണെങ്കിലും പ്രത്യേകിച്ച് മെൻസ്ട്രൽ ഹെൽത്തിനെ കുറിച്ച് ഏറ്റവും നന്നായിട്ട് പഠിപ്പിക്കേണ്ട പ്രായം കൂടിയാണിത്. ഈ സമയത്ത് മറ്റെന്തിനേക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ സെക്ഷൽ അബ്യൂസസിനെ കുറിച്ച് കുട്ടികളെ ബോധവാന്മാരാക്കണം. മുമ്പ് നമ്മൾ ബാഡ് ടച്ചും മറ്റേ ട്രസ്റ്റഡ് പീപ്പിളും പിന്നെ ഷൗട്ട് റൺ എന്നുള്ള സംഭവമൊക്കെയാ പഠിപ്പിച്ചു കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി സീരിയസ് ആയിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ഈ നാട്ടിൽ നടക്കുന്നത് എന്താണെന്നും എല്ലാം പറഞ്ഞ് കുറച്ചൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്ത് ചെറിയ ഒരു അതിന്റെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാലമാണത്. അപ്പൊ അവർക്ക് കൺസെന്റ് എന്താണ്, ബൗണ്ടറീസ് എന്താണ് എന്നുള്ളതൊക്കെ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിപ്പിക്കേണ്ട കാലമാണിത്. അതുപോലെ തന്നെ പഠിപ്പിക്കുമ്പോൾ മറ്റുള്ളവരെ ബഹുമാനിക്കാൻ, ഹെൽത്തി റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക, മ്യൂച്വൽ റെസ്പെക്റ്റിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക.
പോസിറ്റീവ് റിലേഷൻസ്, ട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയമായി കഴിയുമ്പോഴേക്കും കുട്ടികൾക്ക് പതുക്കെ പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അട്രാക്ഷൻ തുടങ്ങുന്നു. നമ്മൾ വിചാരിക്കും കൊച്ചു പിള്ളേരല്ലേന്ന്, പക്ഷെ അതൊക്കെ സാധാരണമാണ്. അപ്പോ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് തുറന്നു പറയാനുള്ള മടിയില്ലാണ്ട് തുറന്നു പറയണം. അതുപോലെ തന്നെ നമ്മളെ ഒരാൾ എതിർത്ത് പറഞ്ഞാൽ അവര് പറയുന്നതിനെ റെസ്പെക്ട് ചെയ്യണം. അതുപോലെ തന്നെ അബ്യൂസ് ചെയ്യണം. ആരെങ്കിലും നമ്മളെ അബ്യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളത് ഞങ്ങളുടെ അടുത്ത് വന്ന് പറയണം. എന്തുണ്ടെങ്കിലും അച്ഛൻ അമ്മയെ കട്ടയ്ക്ക് പിന്നിലുണ്ടാവും എന്ന് പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ ടീച്ചേഴ്സിനെയോ അല്ലെങ്കിൽ ട്രസ്റ്റഡ് പീപ്പിൾ എന്ന് പറഞ്ഞിട്ട് 3 or 4 പേരെ എന്തായാലും ബിൽഡപ്പ് ചെയ്തെടുക്കുക. അത് ഒരാളിൽ നിർത്തരുത്. ട്രസ്റ്റഡ് പീപ്പിൾ എന്ന് പറയുന്നത് എപ്പോഴും 3 or 4 പേരുണ്ടായിരിക്കണം എന്നാ പറയാ. 2ൽ നിർത്തരുത്. 3ാമത് ഒരാൾ എന്തായാലും വേണം. എന്തുണ്ടെങ്കിലും ഞങ്ങൾ കൂടെ ഉണ്ടാവും, ധൈര്യപൂർവ്വം പറഞ്ഞോളൂ എന്ന് പറയാൻ, അവർക്കത് വന്ന് പറയാനുള്ള ആ ഒരു ട്രസ്റ്റ് ഈ സമയത്ത് ബിൽഡപ്പ് ചെയ്യണം. കുറച്ചും കൂടി കഴിഞ്ഞ് ബിൽഡപ്പ് ചെയ്യാന്ന് വെച്ചാൽ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാൻ എളുപ്പമല്ല. അവരുടെ മനസ്സിൽ എപ്പോഴും ഈ ഒരു പ്രായത്തിൽ ഉറക്കുന്ന ചിന്തകളിലാണ് കൂടുതൽ ആ ഒരു റിലേഷൻ ബിൽഡ് ചെയ്യാൻ പറ്റുന്നത്. ഹലോ, കേൾക്കുന്നുണ്ടല്ലോ? എന്തോ ഒരു സൗണ്ട് വരുന്നുണ്ട്. അതുപോലെ സംസാരത്തിൽ ഇപ്പൊ OTTയും മറ്റ് സീരീസുകളും ഒക്കെ വന്നപ്പോ ഭാഷയിൽ കയറി കൂടുന്ന പൊട്ട വാക്കുകളുണ്ട്, തെറി പറയുന്നതൊക്കെ സാധാരണയായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കുറെയൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രായമാണ്. അതൊക്കെ തിരുത്താവുന്ന ഒരു പ്രായം കൂടിയാണത്. അപ്പൊ ആ ഒരു അതായത് മറ്റുള്ളവരെ ബഹുമാനിച്ചുകൊണ്ടുള്ള സംസാരങ്ങൾ. എനിക്കൊരു ഇഷ്ടമുണ്ട്, എനിക്കൊരു ഇഷ്ടമില്ലാത്ത, എനിക്ക് ഇഷ്ടക്കേടുകളുണ്ട്, അതുപോലെ മറ്റൊരാൾക്കും അതേ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും ഉണ്ട്. അതിനെ ബഹുമാനിക്കാൻ പഠിക്കുക എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കുക. പതുക്കെ പതുക്കെ പിയർ പ്രഷർ കയറി വരുന്ന ഒരു പ്രായമാണ്. പരസ്പരം ബുള്ളി ചെയ്യുക, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കളിയാക്കുക. അപ്പൊ ആ ഒരു പിന്നെ അവന്റെ അതുണ്ട് എൻ്റെ അതില്ല, ആ ഒരു തിങ്കിങ് എപ്പോഴും ഏറ്റവും കൂടുതൽ പിയർ ഇത് വന്നു തുടങ്ങുന്ന ഒരു പ്രായം കൂടിയാണത്. അപ്പൊ അത് അവർക്ക് അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഒരിക്കലും മറ്റുള്ളവരെ ബുള്ളി ചെയ്യരുതെന്ന്. പിന്നെ സാധാരണ പോലെ ഈ തേർഡ് ജെൻഡറിന്റെ അവർക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി മുമ്പ് പറഞ്ഞതിനേക്കാളൊക്കെ കുറച്ചും കൂടി നല്ല രീതിയിൽ ഒക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രായം കൂടിയാണിത്. പിന്നെ അടുത്തൊരു ലെവലിലേക്ക് പോവുകയാണെങ്കിൽ, അതായത് നമ്മള് ഇപ്പൊ 12 വരെ കഴിഞ്ഞു, 13ാമത്തെ വയസ്സ് മുതൽ. അപ്പൊ 13ാമത്തെ വയസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ളത് വരുന്നത് എല്ലാം അവരറിഞ്ഞു തുടങ്ങി, അവരുടെ ശരീരത്തിലെ മാറ്റങ്ങൾ അറിഞ്ഞു തുടങ്ങി. ആ പ്രായത്തിൽ അവർക്ക് ഇപ്പൊ ഈ പറഞ്ഞതിന്റെ ഒക്കെ കുറച്ചും കൂടി വിശദമായിട്ടുള്ള അറിവുകളായിരിക്കും വേണ്ടത്. അവരുടെ സംശയങ്ങളായിരിക്കും കൂടുതൽ. ആ സമയത്തെല്ലാം അവർക്ക് സംശയ നിവാരണം തന്നെയായിരിക്കും മെയിൻ ആയിട്ട് വരിക. പിന്നെ ഈ പറഞ്ഞ പോലെ അവരുടെ മെന്റൽ സപ്പോർട്ട് കുറച്ചും കൂടി കൂടുതലായിട്ട് അവർക്ക് വേണ്ടി വരും. പിയർ പ്രഷർ വളരെയധികം കൂടുന്ന ഒരു പ്രായം. പിന്നെ അവരുടെ എല്ലാ ബോഡി പാർട്സിലും ചേഞ്ചസ് വരുന്ന ഒരു പ്രായം. ബ്രസ്റ്റ് വലുതാകുന്നു. പിന്നെ എല്ലാ ബോഡി പാർട്സും അവരുടെ ഗേൾസിന്റെ ആണെങ്കിൽ മെൻസ്ട്രുവേഷൻ എന്തായാലും തുടങ്ങിയിട്ടുണ്ടായിരിക്കും. ബോയ്സിനാണെങ്കിലും എറക്ഷൻ ഒക്കെ വന്നു തുടങ്ങുന്ന ഒരു പ്രായം. അവർക്ക് വല്ലാതെ കൺഫ്യൂഷനുള്ള ഒരു പ്രായമാണ്. ഈ സമയത്ത് നമ്മൾ അവർക്ക് നമ്മുടെ ഒരു അനാട്ടമി, ബോഡി അനാട്ടമിയുടെ ഒരു ബേസിക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത് ആവശ്യമാണ്. ബോഡിയിൽ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്, ഹോർമോൺസ് പറഞ്ഞു കൊടുക്കാം. അവർ പഠിക്കുന്നുണ്ടെങ്കിലും നമ്മളെല്ലാവരും ബയോളജി ക്ലാസ്സിലൊക്കെ ഇരുന്നിട്ടുള്ളതായിരിക്കും. എത്ര ബയോളജി ടീച്ചേഴ്സ് ഉണ്ട് ഈ ഒരു റീപ്രൊഡക്ഷന്റെ ഒക്കെ ഭാഗം എത്തിക്കഴിയുമ്പോൾ വന്ന് എല്ലാവർക്കും എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത്. സാധാരണ ടീച്ചേഴ്സ്, എന്റെ കണ്ണിൽ കണ്ടിരിക്കുന്ന ടീച്ചേഴ്സ് എല്ലാവരും വരുന്നു. ഇപ്പൊ കുറെയൊക്കെ മാറ്റം വന്നിട്ടുണ്ടാവട്ടെ, എനിക്ക് അറിയില്ല. പക്ഷെ ഒരുമാതിരി ടീച്ചേഴ്സ് ഒക്കെ കണ്ടിരിക്കുന്നത് വരിക, ആ ഒരു ചാപ്റ്റർ ഒക്കെ ഒന്ന് പഠിപ്പിക്കുക, അത് കഴിഞ്ഞിട്ട് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോ എന്ന് പറഞ്ഞു പോകും. കുട്ടികള് സ്വാഭാവികമായിട്ട് സംശയം ചോദിക്കൂല, അവർ തമ്മിൽ നന്നായി ഡിസ്കസ് ചെയ്യും. അപ്പോ അതുകൊണ്ട് നമ്മളത് ഒന്നും കൂടി അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക.
ഓരോ നമുക്ക് റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് ശരീരം റെഡി ആവുന്നതിനെ കുറിച്ച്, തയ്യാറാവുന്നതിനെ കുറിച്ച് അവരെ ബോധവാന്മാരാക്കുക. ഇതൊക്കെ നാച്ചുറൽ ആയിട്ട് നടക്കുന്നതാണ്. ഇതിൽ കാണിക്കാനോ അതല്ലെങ്കിൽ ഒളിച്ചു വെക്കാനോ ഒന്നുമില്ല എന്ന ഒരു ലെവലിൽ അവരോട് പറയാം. ഇത് മറ്റുള്ളവരെ കളിയാക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ചിലർക്ക് വൈകിട്ടായിരിക്കും മീശ മുളയ്ക്കുന്നത്, അത് പറഞ്ഞ് നിങ്ങളുടെ കൂട്ടുകാരെ കളിയാക്കരുത്. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അതുപോലെ തടിയൻ അത് ഇതെന്ന് പറഞ്ഞിട്ട് നമ്മൾ ബോഡി ഷേമിങ്ങിന്റെ ഒക്കെ ഒരു വലിയൊരു പ്രായമാണ്. അപ്പൊ അത് പറഞ്ഞു കൊടുക്കുക, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അവരെ നല്ലൊരു സിറ്റിസൺ ആയിട്ട് വളർത്തുക എന്ന് പറയുന്നതാണ് ഈ കോംപ്രിഹെൻസീവ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ കൊണ്ട് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവര് എല്ലാം അതിൽ പെടുന്നുണ്ട്. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് 16 ഇയേഴ്സ് പ്ലസിന് വേണ്ടിയിട്ട് ക്ലാസ് എടുക്കാൻ പോകുന്നതാണ് അവിടെ അടുത്ത ചാപ്റ്റേഴ്സ് മുതൽ അങ്ങോട്ട് തുടങ്ങുന്നത്. പിന്നെ അവസാനം വരെ ആ ഒരു ലെവലിലാണ് പോകുന്നത്. അത് 16 പ്ലസിന് മാത്രമല്ല, അത് കഴിഞ്ഞ് പിന്നെ പതുക്കെ പതുക്കെ അത് കൂടി നമുക്കൊക്കെ മനസ്സിലാക്കേണ്ടതും വലിയ ആൾക്കാർക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഭാഗങ്ങളാണ് ഇനിയുള്ള ചാപ്റ്റേഴ്സിലൊക്കെ വരുന്നത്. അപ്പൊ സ്കൂളിൽ പോയി കഴിയുമ്പോ ആ 16 പ്ലസ് എന്നൊക്കെ പറയുമ്പോ ഇത്തിരി മുതിർന്ന കുട്ടികളായി തുടങ്ങി. കുട്ടികളാണോ എന്ന് ചോദിച്ചാൽ കുട്ടികളാണ്, മുതിർന്നവരാണോ എന്ന് വെച്ചാൽ അവരുടെ മനസ്സിൽ അവർ മുതിർന്നവരായിരിക്കും. ആ ഒരു സെഷനിലേക്കുള്ള എഡ്യൂക്കേഷൻ ആണ്. അത് അവരോട് എങ്ങനെ തുറന്ന് സംസാരിക്കാം, ഒരു ക്ലാസ് എടുക്കേണ്ടത് എങ്ങനെയാണ്, ഒരു സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ ക്ലാസ് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് അവർ കാണിച്ചു തരുന്നുണ്ട്. ഒരുമിച്ചിരുത്തി ക്ലാസ് എടുക്കുന്ന രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. ശരിക്കും ഒരാൾക്ക് നമ്മൾ ട്രെയിനേഴ്സ് ഒക്കെ ആണല്ലോ, അപ്പൊ നമുക്കൊരു ക്ലാസ് എടുക്കാൻ പോവുകയാണെങ്കിൽ അത് എങ്ങനെ വേണമെന്ന് നമുക്ക് അത് വായിച്ചാൽ മതി, അതുപോലെ പോയി എടുക്കാൻ പറ്റുന്ന വിധത്തിലാണ് ശരിക്കും പറയുകയാണെങ്കിൽ. എന്നാൽ ഒരു പാരന്റ് വായിക്കുകയാണെങ്കിലോ നമുക്കത് എങ്ങനെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം എന്നുള്ളത് അതിൽ നിന്ന് കിട്ടും. അതേപോലെ തന്നെ കുട്ടികൾക്ക് നേരിട്ട് വായിക്കാനും കൊടുക്കാം. ഒരു 16 വയസ്സ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇത് വായിക്കാൻ കൊടുക്കാം എന്നതാണ് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ചെറിയ കുട്ടികൾക്കാണെങ്കിൽ വായിച്ചു കൊടുക്കണം. അത് ഓരോ വളർച്ചയ്ക്കനുസരിച്ച് വായിച്ചു കൊടുക്കാം. വലിയ കുട്ടികൾക്ക് വായിക്കാൻ കൊടുക്കുമ്പോൾ നമ്മൾ കൂടെ ഉണ്ടായിരിക്കണം, അവർക്ക് സംശയങ്ങൾ വന്നാൽ പറഞ്ഞു കൊടുക്കാൻ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ 16 പ്ലസ് എന്ന് പറഞ്ഞ കുട്ടികൾക്ക് എടുക്കുമ്പോൾ അവർക്ക് ആ പ്രായത്തില് ശരിക്കും ഹ്യൂമൺ അനാട്ടമി നമുക്ക് പോലും അറിയണ്ടാവില്ല, നമ്മുടെ ശരീരഭാഗങ്ങളിൽ ഉള്ളിൽ എന്തൊക്കെയാ കിടക്കണേ. ഇതെല്ലാം ചിത്രങ്ങളോട് കൂടി തന്നെ അനാട്ടമി പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അത് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ശരീരത്തിൽ ഇതൊക്കെയാണല്ലോ സംഭവിച്ചത്. അല്ലെങ്കിൽ സയൻസ് ഒക്കെ പഠിക്കാത്ത ആൾക്കാർക്കൊന്നും ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. കാരണം നമ്മൾ ബാക്കി എന്ത് സെർച്ച് ചെയ്ത് പോയാലും ഈ അനാട്ടമി ഒന്നും സെർച്ച് ചെയ്ത് പോകാൻ പോണില്ല നമ്മളാരും. അല്ലാതെ എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്ത് പോകുന്നേ ഉള്ളൂ. അപ്പൊ ഈ അനാട്ടമി പഠിക്കുന്നത് ശരിക്കും നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളെ കുറിച്ചും അതിൽ എന്താണ് നടക്കുന്നത്, എന്തുകൊണ്ടാണ് നമ്മുടെ ഓരോ വ്യത്യാസങ്ങൾ വരുന്നത് എന്നൊക്കെ ഒറ്റയടിക്ക് തന്നെ കുട്ടികൾക്ക് അതിലുള്ള ഒരു കൗതുകം അതോടുകൂടി തന്നെ കുറഞ്ഞു കിട്ടും. അപ്പൊ അത് പറഞ്ഞു കൊടുക്കണമെന്നാണ്. ഒരിക്കലും ഇന്റർനെറ്റ് ആവരുത് അവരുടെ അവസാന ആശ്രയം. എപ്പോഴും ഈ ഒരു പുസ്തകം അല്ലെങ്കിൽ നമ്മളായിരിക്കണം അവരുടെ അവസാനത്തെ ആശ്രയം എന്ന വിധത്തിൽ. അപ്പൊ അവർക്ക് പിന്നെ പറഞ്ഞു കൊടുക്കേണ്ടത് ഹൈജീനെ കുറിച്ച് തന്നെയാണ്. ഹൈജീൻ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് പറഞ്ഞു കൊടുക്കുക. കാരണം സെക്ഷൽ ഹെൽത്ത് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് അവർക്ക് വ്യക്തമായി പറഞ്ഞു കൊടുക്കാവുന്ന ഒരു ഏജാണ്. കുട്ടികൾ പലതരത്തിലുള്ള സാഹസങ്ങളൊക്കെ ചെയ്യുന്ന പ്രായമാണ്. അവരോട് പറഞ്ഞു കൊടുക്കുക സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ഉണ്ട് എന്നുള്ളതും. പിന്നെ ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട് കുട്ടികള് എന്താ പറയാ ജനിക്കുന്നു, അവരെ കൊച്ചുകുട്ടിയായിരിക്കുമ്പോ തന്നെ അച്ഛനമ്മ അറിയുന്നില്ല പെൺകുട്ടി ഗർഭിണിയാണെന്ന്. കുട്ടികളെ നമ്മള് കൊച്ചിയിലെ ഒരു കൊച്ചിനെ എറിഞ്ഞു കൊന്നൊരു ന്യൂസ് വായിച്ചു അല്ലെ, അത് റോട്ടിലേക്ക് എറിയാണ്. അപ്പൊ അങ്ങനെ അതായത് അൺവാണ്ടഡ് കുട്ടികൾ ഉണ്ടാകുന്നു. അപ്പൊ അവർക്ക് നമ്മൾ എന്തായാലും എക്സ്പെക്ട് ചെയ്യണം, നമ്മുടെ കുട്ടികളെ നമുക്ക് എപ്പോഴും ഇങ്ങനെ അടയിരിക്കുന്ന പോലെ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റില്ല. അപ്പൊ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം, ഇത് ഭയങ്കര റിസ്ക് ആണ്, നിങ്ങൾ ഇങ്ങനെ പോകാൻ പാടില്ല, അതുപോലെ കോൺട്രസെപ്ഷൻസ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ അറിഞ്ഞിരിക്കണം. അറ്റ്ലീസ്റ്റ് അവര് അങ്ങനെ തിങ്ക് ചെയ്ത് പോവുകയാണ്, അവർക്ക് നമ്മൾ പറയുന്നതൊന്നും അല്ല. അവർക്ക് അവരുടെ ലൈഫ് അവർ എൻജോയ് ചെയ്യാൻ പോവുകയാണെങ്കിൽ അവർക്ക് അറിഞ്ഞിരിക്കണം ഇതിൽ കുറെ ചതിക്കുഴികളുണ്ട് എന്ന്. അത് മാത്രമല്ല ഇത് അപകടങ്ങൾ പറ്റാണ്ട്
നോക്കാൻ പറ്റുന്നുള്ള കാര്യങ്ങൾ. അതുപോലെ ഒരാൾ പറഞ്ഞു മയക്കുകയാണെങ്കിൽ അതിൽ വീണു പോവാതിരിക്കണം, അതിനെക്കുറിച്ച് ചിന്തിക്കണമെങ്കിൽ അവർ അറിഞ്ഞിരിക്കണം ഇതിലെ സേഫ് സെക്സ്, അൺസേഫ് സെക്സ്, അതുപോലെ ആരോഗ്യപരമായ റിലേഷൻഷിപ്സ്, ഹെൽത്തി റിലേഷൻഷിപ്സ് എങ്ങനെയാണ് കൊണ്ട് നടക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ അറിഞ്ഞിരിക്കണം. നാട്ടിൽ നടക്കുന്നതെല്ലാം അവർ ന്യൂസ് വായിക്കും, അല്ലെങ്കിൽ ന്യൂസ് കേൾക്കും, പത്രം വായിക്കുന്നു ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ കുട്ടികള് അങ്ങനെ പത്രം വായിച്ച അറിവുണ്ടാവുക എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നതും അവര് ന്യൂസിൽ നിന്ന് അറിഞ്ഞ് അവരെ സ്വയം സംരക്ഷിക്കുന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നത് തെറ്റാണ്. കുട്ടികൾ നമ്മളെക്കാളും വിവരം ഉണ്ടായിരിക്കാം, അവർക്ക് എല്ലാം ചെയ്യാൻ നമ്മളെക്കാളും അറിയുന്നുണ്ടായിരിക്കാം. പക്ഷെ ഒരു തിങ്കിങ് കപ്പാസിറ്റി വരുമ്പോൾ പെട്ടെന്നെല്ലാം ഒരു എന്താ പറയാ, ഫാസ്റ്റ് ഫുഡ് പോലെ തന്നെ ഫാസ്റ്റ് ഫോർവേഡ് ലൈഫ്. അവരുടെ സ്നേഹം തോന്നാം, പെട്ടെന്ന് തന്നെ അത് അടുത്ത ലെവലിലേക്കൊക്കെ കടക്കാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് ക്ലിയർ ആയിട്ട് തന്നെ അവർക്ക് ഈ സമയത്ത് സെക്സിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തിരിക്കണം. സേഫ് സെക്സും അത് ഏതൊക്കെ തരത്തിലാണ്, എങ്ങനെയാണ് കോൺട്രസെപ്ഷൻസും, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായി പറഞ്ഞു കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ ഇപ്പോ എവിടെ നോക്കിയാലും തേർഡ് ജെൻഡർ എന്ന് പറയുന്നത് കാണുന്നുണ്ട്. അപ്പൊ അവർക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ LGBTQIA+നൊക്കെ അതെല്ലാം പറഞ്ഞു കൊടുക്കണം. അത് അപ്പൊ നമുക്ക് തന്നെ പറഞ്ഞു കൊടുക്കാൻ അറിയണ്ടാവില്ല. കുറച്ച് ബുക്സിലൊക്കെ, ഈ ബുക്കിൽ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്, സിമ്പിൾ ആയിട്ട്, വൈഡ് ആയിട്ടല്ല കേട്ടോ, അതിനങ്ങനെ വലിച്ചു നീട്ടിയിട്ടല്ല, പക്ഷെ നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ള എത്ര വിവരങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ട്. ഈ സമയത്ത് കുട്ടികൾക്ക് സെക്സിനെ കുറിച്ച് ആഗ്രഹമായിരിക്കും, എങ്ങനെ പറഞ്ഞു കൊടുത്താൽ അവർക്ക് ഒരുപാട് ആഗ്രഹം വരും. അവർക്ക് വീഡിയോസ് കാണാനുള്ളൊരു മനസ്സിലൊരു ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവരോട് തന്നെ നമുക്ക് പറയാം, നിങ്ങൾ കണ്ടു കഴിഞ്ഞ ചീത്ത പറയേ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവരോട് പറയാ, ഈ സമയത്ത് നിങ്ങൾക്ക് പ്രേമം ഉണ്ടാവുന്നതും സെക്സിനെ കുറിച്ചൊക്കെ തിങ്കിങ്സ് വരുന്നതൊക്കെ സ്വാഭാവികമാണ്. അത് പക്ഷെ പഠിപ്പിനെയൊക്കെ ഇങ്ങനെ ബാധിക്കാണ്ട് നോക്കണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് മാറ്റിയെടുക്കണം. ഒരിക്കലും നിങ്ങളുടെ ഡെയിലി ലൈഫിനെ അത് ബാധിക്കാൻ പാടില്ല എന്ന് പറയാം. അതുപോലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് പ്രേമം ഉണ്ടാവും നമ്മൾ പറഞ്ഞ ഈ സമയത്ത്. പ്രേമനൈരാശ്യവും ഒക്കെ സാധാരണമാണ്. അതും ലൈഫിനെ എഫക്ട് ചെയ്യാണ്ട് നോക്കുക. നിങ്ങൾക്ക് ഒരാളെ ഇഷ്ടമായില്ലെങ്കിൽ അത് ഇഷ്ടമല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് അധികാരമുണ്ട്. അതുപോലെ നിങ്ങളോടും ഇഷ്ടമല്ല എന്ന് പറയാൻ മറ്റൊരാൾക്ക് അധികാരമുണ്ട്. നമ്മളിത് കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കുകയാണെങ്കിൽ ഈ വഴിയിൽ പിടിച്ചു നിർത്തി പെട്രോൾ ഒഴിച്ച് തീ കൊടുക്കുന്ന കഥകളൊക്കെ വളരെ കുറയ്ക്കാൻ നമുക്ക് സാധിക്കും എന്ന് തന്നെ കരുതാം. കാരണം അല്ലെങ്കിൽ ഒരു ലവ് ഫെയിലിയർ ആയി, ഇപ്പൊ നേരെ എന്താ പറയാ, നമ്മുടെ ഇന്റർനെറ്റിൽ അവരുടെ ഫോട്ടോസ് ഇടുക, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു മെന്റാലിറ്റി. അപ്പൊ അതിനൊക്കെ പിള്ളേരെ ഒഴിവാക്കാനായിട്ട് കൺസെന്റ് എന്ന് പറയുന്ന ഒരു സംഗതി, ഹെൽത്തി റിലേഷൻഷിപ്സ് പറഞ്ഞ് പഠിപ്പിക്കുക. നമുക്ക് എവിടെയൊക്കെയാണോ സ്വാതന്ത്ര്യം ഉള്ളത്, മറ്റൊരാൾക്കും അതേ സ്വാതന്ത്ര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മൾ ഒരാൾ ബഹുമാനിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ ബഹുമാനിക്കണം. അതിലെ ആൺ പെൺ വ്യത്യാസം, ആൺ പെൺ അല്ല, ആൺ പെൺ ട്രാൻസ്ജെൻഡർ വ്യത്യാസമില്ല എന്ന് തന്നെ പറഞ്ഞ് പഠിപ്പിക്കണം. ഒരാളെ കണ്ടാൽ കളിയാക്കാനുള്ളതല്ല, ഒരാളുടെ ബാഹ്യമായിട്ടുള്ള രൂപങ്ങൾ അതിനെ കളിയാക്കാനുള്ളതല്ല. അതുപോലെ ഒരാളും പ്രേമം പൊളിഞ്ഞതിന് സൂയിസൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതൊക്കെ സാധാരണമാണ് എന്നുള്ളത് മനസ്സിൽ പറഞ്ഞ് കുട്ടികളെ നമ്മൾ ഓപ്പൺ ആയിട്ടിരുന്ന് സംസാരിക്കണം. ഒരു ന്യൂസ് വരുമ്പോ അത് വീട്ടില് നമ്മൾക്ക് ഒരുമിച്ചിരുന്ന് മക്കളും ഒക്കെ ഇരുന്ന് സംസാരിക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ചെറുപ്പം മുതലേ തന്നെ. അപ്പൊ നമുക്ക് എല്ലാം ഇരുന്ന് പറയാൻ പറ്റും. പിന്നീട് പറഞ്ഞ് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ്, കാരണം അവർ പിന്നീട് 18 വയസ്സ് തികഞ്ഞു അവർ കല്യാണം കഴിച്ച് പോകേണ്ടതാണ്. അപ്പൊ സെക്ഷൽ ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളത് അതുപോലെ പറഞ്ഞ് മനസ്സിലാക്കണം. ഒരിക്കലും ഒരു സെക്സ് ചെയ്യുക എന്നുള്ളത് രണ്ടുപേരുടെ ഡിസിഷനാണ്. അത് രണ്ടുപേരുടെ ഡിസിഷൻ പ്രകാരം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അത് ഈവൺ ആഫ്റ്റർ മാരേജ് ആണെങ്കിൽ പോലും ആ ഒരു സെക്ഷൽ ഡിസിഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. അതുകൊണ്ട് ആ ഒരു വിധത്തിലും ബഹുമാനിക്കാനായിട്ട് പരസ്പരം ബഹുമാനിക്കണമെന്ന്, സ്പൗസിനെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞു പഠിപ്പിക്കാം. അതല്ലാണ്ട് കല്യാണം കഴിഞ്ഞു മാരിറ്റൽ റേപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ഡിസ്കഷനിലൊക്കെ വരുന്നൊരു സംഗതിയാണ്. കുട്ടികളെ അതും പറഞ്ഞ് പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ്. അടുത്തൊരു സംഭവം ആലോചിക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന കുട്ടികളാണ് എല്ലാവരും. അപ്പോൾ അവിടെ നടത്തുന്ന സൈബർ ബുള്ളിയിങ്, അങ്ങനത്തെ കാര്യങ്ങൾ, അതിന്റെ നിയമവശങ്ങൾ പറഞ്ഞു പഠിപ്പിക്കാം.
പിന്നെ എവിടെയാണ് ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടത്, ഓരോ സൈറ്റുകളിൽ പോണത്, അതുപോലെ തന്നെ സെക്സ്റ്റിംഗ് എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്, സെക്ഷൽ ടോക്സ് നടത്തുന്ന ആപ്പുകള്, സൈറ്റുകള് ഒക്കെ. അപ്പൊ അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ ഉണ്ട്. അവിടെയൊക്കെ നിങ്ങൾ ചെന്ന് പെടാം. പക്ഷെ അവിടെ നിന്ന് നിങ്ങൾ എത്തിപ്പെടുന്നത് വലിയ കുരുക്കുകളിലേക്ക് ആയിരിക്കും എന്നുള്ളത് പറയാം. കുട്ടികൾ സെർച്ച് ചെയ്യുന്നുണ്ടായിരിക്കാം, നമുക്ക് അതിന്റെ നോട്ടിഫിക്കേഷനോ അല്ലെങ്കിൽ നമ്മൾ അറിയുന്നുണ്ടായിരിക്കാം നമ്മുടെ കമ്പ്യൂട്ടറിൽ നടക്കുന്നുണ്ടെന്ന്. അപ്പൊ അവരോട് എങ്ങനെയാ സംസാരിക്കുക എന്നൊരിക്കലും അല്ലെങ്കിൽ നേരെ പോയി അവരോട് ചൂടായിട്ട് കാര്യമൊന്നുമില്ല, അവരെ പോയി ശാസിക്കാൻ നിന്നിട്ട് കാര്യമൊന്നും ഉണ്ടാവില്ല. കാരണം അവർക്ക് അത് ഹിഡൻ ആയിട്ട് വെച്ച് ചെയ്യാനുള്ള നല്ല അറിവുണ്ടായിരിക്കും. വളരെ നല്ല രീതിയിൽ അവരോട് പറഞ്ഞ് മനസ്സിലാക്കുക. അല്ലാതെ എങ്ങനെ പെരുമാറണം എന്നുള്ളതാണ് നമ്മളും പഠിക്കേണ്ടത്. അവരുടെ അടുത്ത് പോയിട്ട് കുറേ ദേഷ്യപ്പെട്ടിട്ടോ അല്ലെങ്കിൽ നമ്മുടെ മെച്യൂരിറ്റി അവരെ കുത്തിവെക്കാൻ ശ്രമിച്ചിട്ടോ ഒന്നും കാര്യമില്ല. നമ്മൾ അവരായിട്ട് നിന്ന് നമ്മൾ അവരെ പോലെ ചിന്തിച്ച് അവരോട് സംസാരിക്കേണ്ടതായിട്ട് വരും ഈ ഒരു കാര്യങ്ങളിലൊക്കെ. ഓരോ കാര്യങ്ങളും കുട്ടികളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ മെച്യൂരിറ്റി അല്ല കാണിക്കേണ്ടത്. ഓരോ കാര്യങ്ങളിൽ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അവരുടെ ലെവലിലാണ്. കൊച്ചിലെ മുതൽ ഒരു കാര്യം ഞാൻ വിട്ടുപോയി. ആദ്യത്തെ ഒരു പ്രായം, അതായത് ഒരു 9 വയസ്സിന്റെ ആ പ്രായം, 8 വയസ്സ് ആ പ്രായത്തിൽ മുതൽ പോക്സോ എന്ന് പറയുന്ന ഒരു ആക്ടിനെ കുറിച്ച് അവരോട് കൃത്യമായിട്ട് പറഞ്ഞു പഠിപ്പിക്കുക. അത് ഓരോ പ്രായത്തിനനുസരിച്ച് നമ്മൾ പറയണം. കാരണം അത് കുട്ടികൾക്ക് വേണ്ടിയുള്ളൊരു നിയമമാണ്. നിങ്ങൾക്ക് മാത്രമായിട്ട് ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ട് എന്നുള്ളത് അവർ അറിഞ്ഞിരിക്കണം. എന്നാലാണ് അവർക്കും ഒരു ധൈര്യം ഉണ്ടാവുള്ളൂ. അച്ഛനമ്മോട് മാത്രമല്ല, ഇതൊക്കെ എനിക്ക് വേണ്ടി നിയമം ഉണ്ട് എന്നൊരു അറിവ് അവർക്ക് നമ്മളെപ്പോഴും പറഞ്ഞു കൊടുത്ത് അതിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു പഠിപ്പിക്കണം. അപ്പൊ ഞാൻ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അവര് ആ പുസ്തകത്തില് ഷിംന, ഡോക്ടർ ഷിംന എന്റെ ഫ്രണ്ടാണ്, അതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ ഞാൻ ഷിംനനെ പറയുന്നത് കേട്ടോ. അപ്പൊ അവര് ഇത്ര നന്നായിട്ട് അത് എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെ കുട്ടികളോട് സംസാരിക്കും, ഇതൊക്കെ എങ്ങനെ ഭംഗിയില് അവര് പോലും അറിയാണ്ട് അവരുടെ ഉള്ളില് ഇങ്ങനത്തെ ചിന്തകൾ ഉണ്ടാക്കാം എന്നുള്ളതൊക്കെയാണ് ആ പുസ്തകത്തില് നല്ല രീതിയിൽ എഴുതിയിരിക്കുന്നത്. ഇത് പറഞ്ഞു വരുമ്പോ എന്താന്ന് വെച്ചാൽ ഞാൻ ഈ പുസ്തകം എടുക്കാനൊരു കാരണമുണ്ട്. കാരണം എന്റെ കുട്ടിക്കാലത്ത് എനിക്ക് കുറെ അനുഭവങ്ങളും അല്ലെങ്കിൽ എന്റെ കൺമുന്നിലൂടെ കടന്നുപോയ പല കാര്യങ്ങളും സാഹചര്യങ്ങളും ഉണ്ട്. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് മറ്റേത് പുസ്തകത്തിനേക്കാൾ ഉപരിയായിട്ട് ഈ പുസ്തകം തന്നെ ഇവിടെ പറയണമെന്ന് എനിക്ക് തോന്നാൻ കാരണം എനിക്കറിയാതെ പോയ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിഞ്ഞിരിക്കണം എന്നുള്ളൊരു നിർബന്ധം എനിക്ക് തോന്നാറുണ്ട്. ഞാൻ ഈ പുസ്തകം അതുകൊണ്ട് തന്നെ പലരോടും റെഫർ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇത് വായിച്ചോളൂ, അല്ലെങ്കിൽ കുട്ടിക്ക് മേടിച്ചു കൊടുത്തോളൂ എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. ഞാൻ തൃശ്ശൂര് വളരെ ഫേമസ് ആയിട്ടൊരു കോളേജിലാണ് പഠിച്ചിരുന്നത്. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് അവിടെ ഹോസ്റ്റലില്, കോളേജിനുള്ളിൽ തന്നെയാണ് ഹോസ്റ്റല്, അവിടെ ഒരു അടക്കം പറച്ചിലുകൾ കേൾക്കുകയാണ്. രണ്ട് ചേച്ചിമാര് തമ്മിൽ എന്തോ പ്രശ്നമുണ്ട്. അതൊക്കെ മനസ്സിലായി. എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോ മനസ്സിലായി അവര് തമ്മില് എന്തോ ലവ് ആണ്. അപ്പൊ രണ്ട് ചേച്ചിമാര് തമ്മിൽ ലവ്വോ? ഡിഗ്രിക്ക് പഠിക്കുന്ന എനിക്ക് തോന്നിയത് അതാണ്, അങ്ങനെ ഉണ്ടാവോ? കാരണം അപ്പോഴും അങ്ങനെ ഒന്നും ചിന്തയിൽ പോയിട്ടില്ല. വലുതായിട്ട് സിനിമ അങ്ങനത്തെ ഒരു ആളൊന്നും ആയിരുന്നില്ല. പക്ഷെ ഈ ഒരു സാധനം നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ ഹോസ്റ്റലിൽ അതൊരു വലിയ ടോക്കായി മാറി. എല്ലാവരും അവരെ കളിയാക്കണം, അവരെല്ലാവരും ഒറ്റപ്പെടുത്തണം. എന്തൊക്കെ ചെയ്താല് എന്തിനാ ഒറ്റപ്പെടുത്തണെന്ന് മാത്രം അന്ന് തോന്നിയുള്ളൂ. ഞാൻ എൻ്റെ ഒരു റൂംമേറ്റ് ഉണ്ട്, ഞങ്ങള് ഭയങ്കര കൂട്ടായിരുന്നു. ഞങ്ങള് ഏകദേശം ഒരേപോലെ ചിന്തിച്ചിരുന്നത് കൊണ്ടാവാം ഞങ്ങൾക്ക് രണ്ടുപേർക്കും അവരൊറ്റപ്പെടുത്തണം കണ്ടപ്പോ വിഷമാ തോന്നിയത്. കാരണം എന്തിന്റെ പേരിലായാലും രണ്ടുപേരെ മാത്രം ഒറ്റപ്പെടുന്നു, എല്ലാവരും കളിയാക്കണം. എന്നാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ധൈര്യമില്ല എല്ലാവരോടും പോയി പറയാം, എന്തിനാ അങ്ങനെ ചെയ്യണേ എന്ന് ചോദിക്കാൻ ഉള്ള ഒരു ധൈര്യം ഞങ്ങൾക്ക് ആർക്കും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നില്ല. അവരോട് കളിയാക്കും, ഒറ്റപ്പെടുത്തും. അങ്ങനെ സഹികെട്ട് ഒരു ദിവസം പറയുകയാണ്, നാളെ അവരുടെ പേരൻസ് വരും, പേരൻസ് വന്നിട്ട് ആ ചേച്ചിമാരെ ഇവിടെ നിന്ന് പുറത്താക്കുകയാണ് എന്ന്. പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോൾ അറിയണത് അതിലൊരു ചേച്ചിനെ കാണാനില്ല എന്നാ. നമ്മള് മനസ്സുകൊണ്ട് വിചാരിക്കുന്നുണ്ട് അയ്യോ ചേച്ചിമാരെ കരയല്ലേ എന്നൊക്കെ പറയുന്നത്. പക്ഷെ അതിനുള്ള ധൈര്യമൊന്നും ഇല്ല കേട്ടോ. പക്ഷെ ഈ ഒരു ചേച്ചിനെ കാണാനില്ല എന്ന് കേട്ടപ്പോ ഭയങ്കര വിഷമം തോന്നി ശരിക്കും. പക്ഷെ ഒരിക്കലെങ്കിലും പറഞ്ഞിട്ട് ആ ചേച്ചി വീട്ടിൽ പോയെങ്കിൽ കുഴപ്പമുണ്ടായില്ല എന്നൊക്കെ തോന്നി. അത് കഴിഞ്ഞ് അന്ന് മറ്റേ ചേച്ചി രാവിലെ തന്നെ എനിക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ആ ചേച്ചിനെ കോളേജിലേക്ക്
വാർഡൻ എല്ലാവരും മുന്നിൽ കൂടെയും വിളിച്ചു കൊണ്ടുവരുന്നു. ആ ചേച്ചി കരഞ്ഞുകൊണ്ട് ഹോസ്റ്റലിലേക്ക് വരുന്നു. അങ്ങനെ കുറെ കാഴ്ചകൾ കാണുകയാണ്. ഉച്ചയോട് കൂടി ഒരു ന്യൂസ് എത്തുകയാണ്, ആ കാണാണ്ടായ ചേച്ചി ഒരു ഡാമിൽ ചാടി മരിച്ചു എന്ന് പറഞ്ഞിട്ട്. അന്ന് എന്റെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ട് ഞാനത് മറക്കില്ല. എനിക്ക് ആ ഡേറ്റ് വരെ ഓർമ്മയുണ്ട്. പക്ഷെ ആ ഒരു വിഷമം അത് കഴിഞ്ഞിട്ടും മനസ്സിൽ കിടന്നു. പക്ഷെ ഒരു ഏതെങ്കിലും ഒരു കുട്ടിയെങ്കിലും അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരെങ്കിലും പോയിട്ട് സാരമില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷെ അവർക്ക് സമാധാനമായി. പക്ഷെ ഇത് എന്തോ വലിയൊരു കുറ്റാണ് അവർ ചെയ്തിരിക്കുന്നത് എന്നൊരു തോന്നലായിരുന്നു ഒരു തരത്തിൽ പോലും ഞങ്ങൾ മിണ്ടാണ്ടിരിക്കാൻ ഒരു കാരണം. ഇതൊരു വലിയ കുറ്റമൊന്നുമല്ല, അതൊരു സാധാരണ സംഭവമാണെന്ന് മനസ്സിൽ തോന്നിയിരുന്നെങ്കിൽ ഒരു പക്ഷെ പോയി അവരോട് സാരമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതൊരു കുറ്റബോധമായിട്ട് ഇപ്പോഴും മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയൊരു കുട്ടി അങ്ങനെ ആവരുത് അങ്ങനെ ഒരു സംഭവിക്കരുത് ഒരാൾക്കും എന്നൊരു മനസ്സിലാഗ്രഹമുണ്ട്. ഒരു പക്ഷെ അതൊക്കെ ആ ഒരു സംഭവമൊക്കെയാണ് ഞാൻ പിന്നീട് MSW ഒക്കെ പഠിക്കാൻ പോകാൻ തന്നെയുള്ള ഒരു കാരണം കേട്ടോ. അതുപോലെ കൊച്ചിലെ ഞങ്ങളുടെ ഒരു സാറ് ഒരിക്കൽ ഒരു കുട്ടീനെ പീഡിപ്പിച്ചു എന്ന് പറയുന്നു. ടീച്ചേഴ്സ് ഒക്കെ അത് ഒതുക്കി തീർക്കുന്നു. ആ സാറ് പിന്നെയും പഠിപ്പിക്കുന്നു. കുറെ കൊല്ലം കഴിഞ്ഞ് എന്റെ മോള്, ഞാൻ 8 പഠിക്കുമ്പോ ഉണ്ടായ സംഭവം, എന്റെ മോള് 8 പഠിക്കുമ്പോ ആ സാറിനെ സസ്പെൻഡ് ചെയ്തു, ഒരു കുട്ടീനെ പീഡിപ്പിച്ചിട്ടെന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് വരുന്നു. അന്ന് വന്ന ഒരു കുറ്റബോധം. അതിനുശേഷം ഞാൻ ഭയങ്കരമായിട്ട് ഈ ഒരു പുസ്തകത്തിനെയും ഈ ഒരു സെക്ഷൽ എഡ്യൂക്കേഷന്റെ ക്ലാസ്സുകൾക്കും വേണ്ടിയിട്ട് ഞാൻ ഇൻട്രസ്റ്റ് എടുക്കുന്നതിന് ഒരു കാരണം അതാണ്. കാരണം ഞാൻ 8 പഠിക്കുമ്പോ ഒരു പോക്സോ എന്ന് പറഞ്ഞ നിയമമൊന്നും ഉണ്ടായിരുന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ അതൊന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷെ അത് ഒന്ന് സീരിയസ് ആയിട്ട് എടുത്തിരുന്നെങ്കിൽ ഇപ്പൊ എന്റെ മോൾ 8 പഠിക്കുന്ന കാലത്ത് അതേപോലെ ഒരു കേസ് നടക്കില്ലായിരുന്നു. അപ്പൊ പ്രതികരിക്കാൻ നമുക്ക് അന്ന് കഴിവുണ്ടായിരുന്നില്ല. ഇനിയെങ്കിലും പ്രതികരിക്കണം. ആ സാറിന് ശിക്ഷ മേടിച്ചു കൊടുക്കുന്നത് ഉറപ്പുവരുത്താനായിട്ട് മുന്നിട്ട് ഇറങ്ങാൻ കഴിഞ്ഞു എന്നൊരു സന്തോഷമുണ്ട്. അപ്പൊ ഇന്നത്തെ കുട്ടികൾക്ക് ഈ അറിവുണ്ടാവുമ്പോൾ അവർ പ്രതികരിക്കുന്നുണ്ട് എന്നതിന് തെളിവാണ് ഇപ്പോഴത്തെ 8ാം ക്ലാസ്സുകാർ. ഓരോ കുട്ടിയും അതുപോലെ പ്രതികരിച്ച് തന്നെ വളരണം. നമുക്ക് പറ്റാത്തത് കാണുമ്പോൾ നോ എന്ന് പറയാനുള്ള ശക്തിയുള്ള കുട്ടികളായിട്ട് തന്നെ വളരണം എന്ന് അത് വളർത്താനായിട്ട് നമുക്ക് എല്ലാവർക്കും കഴിയും. അത് എങ്ങനെയെന്നറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ പുസ്തകം. അപ്പൊ ഈ പുസ്തകത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. അപ്പൊ ഈ ഒരു പുസ്തകം ഓരോ അധ്യായങ്ങളിലായിട്ട് ഫാമിലി, പലതരം ബന്ധങ്ങൾ, അത് സിംഗിൾ ഫാമിലി ഉണ്ടാവാം, അത് അച്ഛനമ്മമാരല്ലാണ്ട് അച്ഛൻ മാത്രമുള്ള ഫാമിലി ഉണ്ടാവും, അമ്മ മാത്രമുള്ള ഫാമിലി ഉണ്ടാവും. അങ്ങനെയുള്ള ബന്ധങ്ങള്, പ്രണയം, ബന്ധങ്ങളിൽ പാലിക്കേണ്ട സഹിഷ്ണുത, പരസ്പര ബഹുമാനം, ഓരോ പ്രായത്തിലുള്ള ശാരീരിക മാറ്റങ്ങൾ, വളർച്ചകൾ, സ്വന്തം ശരീരത്തെ കുറിച്ചുള്ള അവബോധം, അവകാശങ്ങള്, സ്വന്തം ശരീരത്തിനെ കുറിച്ചുള്ള അവകാശം, നമ്മുടെ അവകാശങ്ങള്, ജെൻഡർ ഐഡന്റിറ്റി, സെക്ഷൽ ഓറിയന്റേഷൻ, അങ്ങനെ എന്തും നമ്മുടെ വളർച്ചയിൽ വരുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ചും ഈ പുസ്തകത്തില് പ്രതിപാദിക്കുന്നുണ്ട്. ഇത് എങ്ങനെയൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം, നമുക്ക് മനസ്സിലാക്കാം എന്നൊക്കെ ഈ പുസ്തകത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഒരു ട്രെയിനർ എന്നുള്ള രീതിയിലോ ടീച്ചർ എന്നുള്ള രീതിയിലോ ഇതിലൊക്കെ ഉപരിയായിട്ട് ഒരു പാരന്റ് എന്ന രീതിയിലോ നമ്മളെല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് തൊട്ടിലെ വാവയെ തോട്ടിന്ന് കിട്ടിയതാ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. താങ്ക് യു മാം. കാലത്തിന്റെ ആവശ്യകത മനസ്സിലാക്കി ഡോക്ടർ ഷിംനയും മിസ്റ്റർ ഹബീബ് അഞ്ജുവും എഴുതിയ ഒരു പുസ്തകമാണ് തൊട്ടിലെ വാവയെ തോട്ടിന്ന് കിട്ടിയതാ എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ വ്യക്തമായി മാമിന്റെ ആ ഒരു അവതരണത്തിൽ നിന്ന് മനസ്സിലായി. ഇനി ഫീഡ്ബാക്കിനുള്ള സമയമാണ്. ഫീഡ്ബാക്ക് മാമിന്റെ ഒരു പുസ്തക അവതരണത്തിന് ഫീഡ്ബാക്ക് നൽകാൻ താല്പര്യമുള്ളവര് ഹാൻഡ് റൈസ് ചെയ്യുക. നമ്മുടെ ഈ വായനോത്സവം വളരെ മനോഹരമായി നടത്തുവാൻ നമ്മെ സഹായിച്ചു കൊണ്ടിരിക്കുന്നത് എക്സെല്ല സ്കിൽ മാസ്റ്റേഴ്സ് ഇന്റർനാഷണൽ, എ കംപ്ലീറ്റ് ലേണിംഗ് ഹബ് ഫോർ സൈക്കോളജി ആൻഡ് ലൈഫ് സ്കിൽ ട്രെയിനിങ്. നമ്മൾ തുടക്കം കേട്ടതുപോലെ തന്നെ എല്ലാ ട്രെയിനേഴ്സിനും എല്ലാ അധ്യാപകർക്കും ഉപകാരപ്പെടുന്ന ഒന്നാണ് എക്സെല്ല സ്കിൽ മാസ്റ്റേഴ്സ് ഇന്റർനാഷണൽ. ഞാൻ ഹാൻഡ് റൈസ് ചെയ്ത ആളുകളെ വിളിക്കാം. ആദ്യം റെയിൻബോ എന്ന് പറഞ്ഞ പേരാണ്. നമസ്കാരം മാഡം, എൻ്റെ പേര് സബീഷ് എന്നാണ്. ഞാൻ പാലക്കാട് PC ആണ്.
ഇന്നത്തെ ക്ലാസ് എക്സലന്റ് ക്ലാസ്. ഇതാണ് ബേസ് ആയിട്ട് വേണ്ടത്. മാഡം അത് നല്ല രീതിയിൽ നമ്മൾക്ക് എടുത്തു തന്നു. വളരെ സന്തോഷം. ഇത് തന്നെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ. ഇത് മാത്രമാണ് സ്കൂളിൽ നിന്ന് കിട്ടാത്ത ഒരു കാര്യം. അപ്പൊ അത് നമുക്ക് ട്രെയിനർ എന്ന നിലയ്ക്ക് പാലക്കാട് ചാപ്റ്ററിന്റെ പേരിൽ നന്ദിയും കടപ്പാടും ഉണ്ട്. അത്ര തന്നെ പറയാനുള്ളൂ. എത്രയും എന്താ പറയാ, നല്ലൊരു വിവരണമാണ് തന്നത്. വളരെ നന്ദിയുണ്ട് മാഡം. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. ഈ ഒരു ക്ലാസ്സിനെ പറ്റിയിട്ട്, ഈ ഒരു പ്രസന്റേഷനെ പറ്റിയിട്ട് ഫീഡ്ബാക്ക് പറയാനായി